കോഴിക്കോട് നടന്ന ഒരു ആഘോഷത്തെക്കുറിച്ച് ബീച്ചിൽ പലതരം ഫെസ്റ്റുകൾ നടക്കാറുണ്ട്. പലതരം ലിറ്ററേച്ചർ ഫെസ്റ്റുകൾ. ഇപ്പോൾ KLF കഴിഞ്ഞതേ ഉള്ളൂ. KLF കഴിഞ്ഞതിന് ശേഷം ഒരു വ്യത്യസ്തമായ ഫെസ്റ്റ് അവിടെയാണ്. വളരെ സവിശേഷത ശ്രദ്ധയാകർഷിച്ച ഒരു ആഘോഷമായിരുന്നു കഴിഞ്ഞ 4 ദിവസങ്ങളിലായി കോഴിക്കോട് ബീച്ചിൽ നടന്നത് കേരള ഡിസബിലിറ്റി ഫെസ്റ്റിവൽ. ഭിന്നശേഷിയെ ഉൾക്കൊള്ളാൻ സമൂഹത്തെ പ്രാപ്തരാക്കുക എന്നതായിരുന്നു കേരളത്തിൽ ആദ്യമായി നടന്ന ഡിസബിലിറ്റി ഫെസ്റ്റിന്റെ ലക്ഷ്യം. ആ ഫെസ്റ്റിന് നേതൃത്വം നൽകിയത് കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന തണൽ എന്ന സന്നദ്ധ സംഘടനയാണ്. തണൽ മാത്രമല്ല കേട്ടോ, ഭിന്നശേഷി മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്ന 30ഓളം സംഘടനകൾ ചേർന്നാണ് ഡിസബിലിറ്റി ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. ഈ വേറിട്ട ആശയം രൂപപ്പെടുത്തിയതും അത് യാഥാർത്ഥ്യമാക്കുന്നതിന് നായകത്വം വഹിച്ചതും ഡോക്ടർ ഇദ്രീസ് എന്ന സേവന രംഗത്തെ ശ്രദ്ധേയനായ മനുഷ്യനാണ്. അപ്പോൾ നമുക്കിനി ഡിസബിലിറ്റി ഫെസ്റ്റിവലിന്റെ വിശേഷങ്ങൾ കാണാം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS-ഉം ബിജാപൂരിലെ അൽ അമീൻ മെഡിക്കൽ കോളേജിൽ നിന്ന് MD ബിരുദവും നേടിയ ഇദ്രീസ് ഒരു സാധാരണ ഡോക്ടറായി ഒതുങ്ങിക്കൂടാൻ തയ്യാറല്ലായിരുന്നു. അശരണരുടെയും ദുർബലരുടെയും ഉന്നമനം ലക്ഷ്യമിട്ട് അദ്ദേഹം സന്നദ്ധ സേവന രംഗത്തേക്കിറങ്ങി. അതിനായി 18 വർഷം മുൻപ് അദ്ദേഹം രൂപം നൽകിയ ടണൽ ദയാ റിഹാബിലിറ്റേഷൻ ട്രസ്റ്റ് ഇന്ന് ജനസേവനത്തിന്റെ പര്യായമാണ്. 3000-ലധികം ജീവനക്കാരും 10,000-ഓളം സന്നദ്ധ പ്രവർത്തകരും അടങ്ങുന്ന ഒരു വലിയ സൈന്യം ഡോക്ടർ ഇദ്രീസിന് പിന്നിലുണ്ട്. ഡയാലിസിസ് സെന്ററുകൾ, ന്യൂറോ റിഹാബിലിറ്റേഷൻ സെന്ററുകൾ, ഭിന്നശേഷിക്കാർക്കായുള്ള സ്കൂളുകൾ എന്നിങ്ങനെ വ്യത്യസ്ത പദ്ധതികൾ. പ്രതിദിനം 3 ലക്ഷത്തോളം ആളുകൾക്കാണ് ടണൽ അവരുടെ തണലൊരുക്കുന്നത്. വടകരയിൽ നിന്ന് ആരംഭിച്ച ടണൽ ഇന്ന് ഇന്ത്യയിലെ 21-ലധികം സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു. ടണൽ ചെയർമാൻ എന്നതിന് പുറമെ ചരിത്രപ്രസിദ്ധമായ JDT ഇസ്ലാം ഓർഫനേജിന്റെ സെക്രട്ടറിയായും കോഴിക്കോട് ഇഖ്റ ഇന്റർനാഷണൽ ഹോസ്പിറ്റലിന്റെ ഡെപ്യൂട്ടി എക്സിക്യൂട്ടീവ് ഡയറക്ടറായും അദ്ദേഹം പ്രവർത്തിക്കുന്നു. കുറഞ്ഞ നിരക്കിൽ മരുന്നുകൾ ലഭ്യമാക്കുന്ന പ്രൈസ് ഹെൽത്ത് കെയർ ഫൗണ്ടേഷൻ ഡോക്ടർ ഇദ്രീസിന്റെ മറ്റൊരു വിജയ പദ്ധതിയാണ്. വൃക്ക രോഗികൾക്ക് സൗജന്യമായി ചികിത്സ ലഭ്യമാക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനകീയ ഡയാലിസിസ് സംവിധാനമാണ് വടകരയിലെ ടണൽ. രോഗം മാറ്റുന്നതിനൊപ്പം വേദനിക്കുന്നവന്റെ കണ്ണുനീരൊപ്പാൻ ജീവിതം സമർപ്പിച്ച ഈ ഡോക്ടർ എപ്പോഴും സേവന രംഗത്ത് കർമ്മനിരതനാണ്. മീഡിയ 1 കോഴിക്കോട്.